महाभारतम् महाभारतम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे. ബൃഹന്നള അർജുനന്റെ സാരഥിയായിരുന്നു എന്ന് സൈരന്ധ്രിയാണ് പറഞ്ഞത്. അത് ഉത്തരൻ ബൃഹന്നളയോട് ചോദിക്കുകയാണ്, നീ സൂതനായി നിൽക്കെ അർജുനൻ ഗാണ്ഡവം അഗ്നിക്ക് നൽകിയെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഭൂമിയൊക്കെ അർജുനൻ ജയിച്ചതും നിന്റെ സാരഥ്യ സാമർഥ്യം കൊണ്ടാണെന്ന് കേൾക്കുന്നു. പാർത്ഥരെ അറിയുന്നവളായ സൈരന്ധ്രി നിന്നെപ്പറ്റി പറഞ്ഞത് ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് എന്റെ അശ്വങ്ങളെയും നീ ഒന്ന് നടത്തൂ. ഗോധനം നേടുവാനായി കുരുക്കളോട് എതിർക്കുമ്പോൾ നീ തന്നെയാകണം എന്റെ തേർ തെളിക്കുവാൻ. നീ പണ്ട് അർജുനന് ഇഷ്ടപ്പെട്ട സാരഥിയല്ലേ? നിന്റെ സഹായത്താൽ ആ പാണ്ഡവൻ പാരിടം മുഴുവൻ ജയിച്ചില്ലേ? എന്നാൽ ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ആത്മവിശ്വാസമില്ലാത്തതുപോലെയാണ് ബൃഹന്നള സംസാരിക്കുന്നത്. പടത്തലയ്ക്കൽ സാരഥ്യം നിർവഹിക്കുവാനുള്ള കഴിവുണ്ടോ എനിക്ക്? പാട്ടോ നല്ല ആട്ടമോ കൊട്ടോ പലമാതിരി സംഗീതമോ വീണവായനയോ മറ്റോ ഒക്കെ പടത്തലക്കൽ വെച്ച് ഒരു മറി നോക്കാം എന്നല്ലാതെ മറ്റു വിദ്യകളൊക്കെ ദുർഘടമാണ്. അപ്പോൾ ഉത്തരൻ പറഞ്ഞു, ബൃഹന്നളെ, പാട്ടും കൊട്ടും ഒക്കെ ഇവിടെ വന്നിട്ട് മതി. നീ ഉടനെ തേരിൽ കയറി കുതിരയെ നടത്തുക. യുദ്ധം കളിയല്ല കേട്ടോ എന്ന് ഉത്തരൻ ഗൗരവഭാവത്തിൽ പറഞ്ഞു. അങ്ങനെ അർജുനൻ എല്ലാവരുടെയും മുമ്പിൽ ഒരു നാടകം കളിക്കുകയാണ്. കവചമെടുത്തിട്ട് മേൽപോട്ട് പൊക്കിയിട്ട് വശമില്ലാത്ത വിഡ്ഢിയെ പോലെ ആ കവചം മറിച്ചു കെട്ടി. ആ കവചധാരണം കണ്ട് എല്ലാവരും, അവിടെയുള്ള സ്ത്രീകളടക്കം കുണുങ്ങി കുണുങ്ങി ചിരിച്ചു. കാര്യം മനസ്സിലാകാത്ത നാട്യത്തിൽ പരുങ്ങുന്ന അവനെ കണ്ടു. അപ്പോൾ ഉത്തരൻ ബൃഹന്നളയ്ക്ക് നല്ല ഒരു ചട്ട കെട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ചട്ട കെട്ടുക, മനസ്സിലായോ എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ അവനും മിന്നിത്തിളങ്ങുന്ന ചട്ട ദേഹത്തിൽ അണിഞ്ഞു. ഇവിടെ ഉത്തരന്റെ ധ്വജം സിംഹധ്വജമാണ്. സിംഹധ്വജം ഉയർത്തിയതിനു ശേഷം ബൃഹന്നളയെ നോക്കി സാരഥിപ്പണിക്ക് ഉത്തരൻ കൽപ്പന നൽകി. ബൃഹന്നള രാജകൽപ്പന ശിരസാ വഹിച്ച് അദ്ദേഹത്തിന് വേണ്ട വിലയേറുന്ന വില്ലുകളും മിന്നുന്ന നാനാതരം ശരങ്ങളും വിനീതനായി താങ്ങിയെടുത്തു. അങ്ങനെ ബൃഹന്നള സാരഥിയായിട്ട് യാത്രയായി. ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഉത്തരയും മറ്റു പെൺകിടാങ്ങളും നോക്കിച്ചിരിച്ച് ഇപ്രകാരം പറഞ്ഞു, ബൃഹന്നളെ, യുദ്ധത്തിൽ ഭീഷ്മദ്രോണാദികളെയൊക്കെ ജയിച്ചിട്ട് മുൻപ് പാഞ്ചാലി മൂലം കൗരവന്മാർക്ക് കിട്ടിയ മനോഹരങ്ങളായ നല്ല നല്ല ഭംഗിയേറിയ വസ്ത്രങ്ങളും ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരണം. അപ്പോൾ ബൃഹന്നള പറഞ്ഞു, തീർച്ചയായും ഞാൻ അതൊക്കെ കൊണ്ടുവരാം. നഗരം വിട്ടിറങ്ങിയതിനു ശേഷം ഒട്ടും കൂസൽ കൂടാതെ ഉത്തരൻ സൂതനായ ബൃഹന്നളയോട് കൗരവന്മാർ പോയ ദിക്കിലേക്ക് പോകുവാൻ കൽപ്പിച്ചു. ഒന്നിച്ച് ജയമാശിക്കുന്ന കുരുവർഗത്തെയൊക്കെ മുടിച്ച് ഞാൻ പശുക്കളെയും കൊണ്ട് ഉടനെ പുരത്തിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഇത് കേട്ട അർജുനൻ ഉടനെ തന്നെ കുതിരകളെ ഓടിച്ചു വിട്ടു. പിന്നീട് അവർ ചുടുകാട്ടിനടുത്ത് പാണ്ഡവന്മാർ അസ്ത്രശസ്ത്രാദികൾ കെട്ടിത്തൂക്കിയ ആ ശമീവൃക്ഷത്തിന്റെ അടുത്തെത്തി. അവിടെയായിരുന്നു കൗരവന്മാർ നിന്നിരുന്നത്. അവരുടെ ആ വൻ പടയാകട്ടെ കടൽ പോലെ ശോഭിച്ചു. കൗരവ സൈന്യത്തെ നേരിട്ട് കണ്ടപ്പോൾ ഉത്തരൻ ആകെ പേടിച്ചു വിറച്ചു. ഉത്തരൻ പറയുകയാണ്, എടോ ബൃഹന്നളെ, എനിക്ക് കുരുക്കളോട് ഏൽക്കുവാൻ വയ്യ. ഇതാ നോക്കൂ, എന്റെ ദേഹത്തിൽ രോമാഞ്ചമുണ്ടാകുന്നു. ഈ വീരന്മാരൊക്കെ ചേർന്നു വന്നാൽ അവരോട് എതിർക്കുവാൻ ദേവന്മാർക്ക് പോലും സാധ്യമല്ല. എനിക്ക് പൊരുതുവാൻ ആവില്ല. ഞാനിതാ തിരിച്ചു പോവുകയാണ്. തിരിച്ച് തേർ നടത്തുക, ഞാൻ ഇവരോട് യുദ്ധം ചെയ്യാനില്ല എന്ന് ആ ഉത്തരൻ പേടിച്ചു വിറച്ചു. ഉത്തരൻ പറഞ്ഞു, പടകൂട്ടി ശസ്ത്രം ധരിച്ചു നിൽക്കുന്ന കുരുക്കളെ കണ്ടതോടുകൂടി ദേഹത്തിലൊക്കെ കോൾമയിർ കോരിയിട്ടു എന്ന് തന്നെയല്ല, എനിക്ക് തലചുറ്റുന്നു. ഒരു ബോധക്കേട് പോലെ തോന്നുന്നു. എല്ലാ സൈന്യത്തോടും കൂടിയാണ് അവർ വന്നിരിക്കുന്നത്. എനിക്കാകട്ടെ സേനകളില്ല. ഞാൻ ബാലനാണ്, തനിച്ചാണ്.
അസ്ത്രജ്ഞന്മാരായ പലരോട് ഈ ഞാൻ ഒറ്റക്ക് നിന്ന് എങ്ങനെ പൊരുതും, അയ്യോ പൊരുതുവാൻ എനിക്ക് സാധിക്കില്ല, ബൃഹന്നളെ വേഗം രഥം പിന്തിരിക്കുക. അപ്പോൾ ബൃഹന്നള പറഞ്ഞു, എടോ ഉത്തര, നീ ശത്രുക്കൾ പരിഹസിക്കുമാറ് പേടിച്ചവശനായല്ലോ. ശത്രുക്കൾ യുദ്ധമധ്യത്തിൽ ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല, അതിനു മുൻപേ നീ ഇങ്ങനെ പറയുകയാണോ? സ്ത്രീകളോടെല്ലാം പറഞ്ഞുറപ്പിച്ച് വലിയ വീരവാദമൊക്കെ മുഴക്കിയിട്ട് ഇപ്പോൾ എന്താണ് നീ യുദ്ധം ചെയ്യാത്തത്? യുദ്ധത്തിൽ ജയിച്ച് പശുക്കളെയും കൊണ്ട് സ്വന്തം ഗൃഹത്തിൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ നിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ പരിഹസിക്കും. സൈരന്ധ്രി പറഞ്ഞിട്ട് നീ അറിഞ്ഞു എനിക്ക് സാരഥ്യം അറിയാമെന്ന്. അങ്ങനെ ഞാൻ നിനക്ക് സാരഥിയായി ഒരുങ്ങിപ്പോന്നു. ഇനി പശുക്കളെ ജയിച്ചു പിടിക്കാതെ ഞാൻ പുറത്തിലേക്ക് മടങ്ങുകയില്ല. സൈരന്ധ്രി വാഴ്ത്തുക മാത്രമല്ല, ഭവാനും എന്നെ പ്രശംസിച്ചു കൂട്ടിക്കൊണ്ടുപോന്നു. ഇനി കുരുക്കളെ ജയിക്കാതെ മടങ്ങാനാണോ ഭാവം? സാധ്യമല്ല. കുറച്ച് ധൈര്യം പിടിച്ചു നിർത്തുക. അപ്പോൾ ഉത്തരം പറഞ്ഞു, എന്നെ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ കളിയാക്കിക്കോട്ടെ, എനിക്ക് യുദ്ധമേ വേണ്ട. പൊയ്ക്കോട്ടെ, പശുക്കളൊക്കെ പൊയ്ക്കോട്ടെ. എന്റെ പട്ടണം ശൂന്യമാണ്, അവിടെ ആണുങ്ങൾ ആരുമില്ല, ഞാൻ പോകുന്നു. എനിക്ക് അച്ഛനെ പേടിയുണ്ട്, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് ഉത്തരൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുകയാണ്. ബൃഹന്നള വിളിച്ചു പറഞ്ഞു, ശൂരന്മാരായ ക്ഷത്രിയന്മാർക്ക് ചേർന്നതല്ല ഈ പിന്തിരിഞ്ഞോട്ടം. വീരക്ഷത്രിയന്മാർക്ക് ഉചിതമായത് യുദ്ധത്തിൽ മരണമാണ്, പേടിച്ചോടുകയല്ല എന്ന് പറഞ്ഞ് അർജുനനും തേരുവിട്ട് കുതിച്ചു ചാടി അവന്റെ പിന്നാലെ പാഞ്ഞു. അതേസമയം ബൃഹന്നള ഓടുന്ന സമയത്ത് മെടഞ്ഞു നീണ്ട മുടിയും ശുഭ്രമായ വസ്ത്രവും ഉലച്ചു പായുന്ന ആ ബൃഹന്നളയെ കണ്ട് തിരിച്ചറിയാതെ ഇപ്പുറത്ത് കൗരവന്മാരൊക്കെ ചിരി തുടങ്ങി. എന്നിട്ട് അവർ പരസ്പരം ചോദിക്കുകയാണ്, ആരാണ് ഈ വേഷപ്രച്ഛന്നനായ തേജസ്വി? കണ്ടിട്ട് അർജുനനെ പോലെയുണ്ടല്ലോ, എന്നാൽ ഷണ്ഡന്റേതാണ് വേഷം. അർജുനന്റേതുപോലെയുള്ള അംഗങ്ങൾ, അതേ കഴുത്ത്, അതേ തല. ഇവൻ ജിഷ്ണു തന്നെയാണ്, അമർത്യരിൽ ദേവരാജനാണ്, മർത്യന്മാരിൽ ധനഞ്ജയൻ. തനിച്ച് നമ്മളോട് എതിരിടുവാൻ അർജുനനല്ലാതെ മറ്റാരുണ്ട്? കൂടെയുള്ള ഒരുത്തൻ മത്സ്യരാജാവിന്റെ പുത്രനാണ്. പട്ടണം ശൂന്യമായ സന്ദർഭത്തിൽ അവൻ മാത്രമേ അവിടെ ഉണ്ടാകാൻ ഇടയുള്ളൂ. എന്തായാലും അവൻ പൗരുഷം കൊണ്ട് ഇറങ്ങിയതാവുകയില്ല. ആ ഉത്തരൻ ബാല്യത്തിന്റെ വിവരക്കേട് കൊണ്ട് ഇറങ്ങിയതാണ്. തീർച്ചയായും വേഷം മാറി ഒളിച്ചിരിക്കുന്ന അർജുനനെ സൂതനാക്കി പുറപ്പെട്ട് ഉത്തരൻ പുരം വിട്ടതാണ്. അവൻ നമ്മെ കണ്ടപ്പോൾ പേടിച്ചോടുകയാണെന്ന് തോന്നുന്നു. അതാ നോക്കൂ, പേടിച്ചോടിപ്പോകുന്ന അവനെ അർജുനൻ പിന്തുടർന്ന് ഓടിച്ചെന്ന് ബലമായി പിടിക്കുന്നു. ഇപ്രകാരം ആ കുരുക്കൾ ഓരോരുത്തരും വിചാരിച്ചെങ്കിലും അവർക്ക് കൃത്യമായിട്ടൊന്ന് നിശ്ചയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉത്തരൻ പാഞ്ഞു പോകുമ്പോൾ അർജുനൻ പിന്തുടർന്ന് 100 അടിയോളം ഓടി അവന്റെ മുടിക്കെട്ടിൽ എത്തിപ്പിടിച്ചു. പാർത്ഥൻ പിടിച്ചപ്പോൾ അവൻ ആർത്തനായി നിലവിളിച്ചു. പല മട്ടിലും വിരാടപുത്രൻ വിഷമിച്ചുപോയി. ഉത്തരൻ പറഞ്ഞു, എടോ ബൃഹന്നളെ, ഞാൻ പറയുന്നത് കേൾക്കൂ, തേരു വേഗം പിന്തിരിക്കൂ. ശുഭം വരണമെങ്കിൽ ജീവൻ വേണ്ടേ? ശുഭം വരട്ടെ നിനക്ക്, ഞാൻ നിനക്ക് തങ്ക പൊന്ന് തരാം, ഉടനെ തരാം. പൊന്ന് കെട്ടിച്ച് മിന്നുന്ന 8 വൈഡൂര രത്ന പതക്കം തരാം. നീ എന്നെ ഒന്ന് വിട്ടുതരൂ ബൃഹന്നളെ, ഞാൻ എന്റെ ഗൃഹത്തിലെത്തട്ടെ. അവൻ ഇപ്രകാരം ബുദ്ധികെട്ട് പലതും പറഞ്ഞു വിലപിക്കെ അർജുനൻ ചിരിച്ചുകൊണ്ട് അവനെ പിടിച്ച് തേരിന്റെ അരികിലെത്തിച്ചു. പിന്നെ പേടിച്ചു വിറയ്ക്കുന്ന അവനോട് അർജുനൻ പറഞ്ഞു, ശത്രുക്കളോട് പൊരുതാൻ വയ്യെങ്കിൽ ശത്രുകർശനനായ നീ വരൂ, ഞാൻ വൈരികളോട് പൊരുതാം. നീ എന്റെ അശ്വത്തെ തെളിച്ചാൽ മതി. നീ തേർക്കൂട്ടത്തിന്റെ അണിയുടെ ഉള്ളിലേക്ക് കയറിക്കൊള്ളുക, എന്റെ കയ്യൂക്കിന്റെ രക്ഷയിൽ നിനക്ക് കയറാം. ഒരിക്കലും നീ ഭയപ്പെടേണ്ട, നീ ക്ഷത്രിയനാണ്. നീ എന്താണ് ശത്രുമധ്യത്തിൽ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഞാൻ കൗരവരുമായി പോരാടാം, നിന്റെ പശുക്കളെ പിടിക്കാം. ഇപ്രകാരം പറഞ്ഞ് ഒരിക്കലും പിന്തിരിയാത്ത പാർത്ഥൻ മുഹൂർത്തം കൊണ്ട് ആ ഉത്തരനെ ആശ്വസിപ്പിച്ചു. മനസ്സില്ലാതെ പേടിച്ചു വിറക്കുന്ന അവനെ അപ്പോൾ യുദ്ധം ചെയ്യുന്നതിൽ ഉത്തമനായ പാർത്ഥൻ തേർത്തട്ടിൽ പിടിച്ചു കയറ്റി. ക്ലീബവേഷധാരിയായ ആ നരപുങ്കവൻ ഉത്തരനോടുകൂടി രഥത്തിൽ കയറി ശമീവൃക്ഷത്തിന് നേരെ ചെല്ലുന്നത് കണ്ടപ്പോൾ കൗരവ സൈന്യത്തിലെ ഭീഷ്മദ്രോണാദികളായ രഥിപുങ്കവന്മാർക്ക് അർജുനനോടുള്ള ഭയം മൂലം മനസ്സ് കിടിലം കൊണ്ടു. ഉത്സാഹം കെട്ട യോധന്മാരെയും അത്ഭുതകരമായ ദുശകുനങ്ങളെയും കണ്ടപ്പോൾ ദ്രോണാചാര്യർ ഇപ്രകാരം പറഞ്ഞു,
ഇത് തീർച്ചയായും അർജുനനാണ്. അർജുനനെ പേടിച്ചെന്നതുപോലെ സംസാരിക്കുന്ന ദ്രോണാചാര്യരോട് കർണൻ ചോദിച്ചു, ആചാര്യ, എന്തിനാണ് ഭവാൻ അർജുനനെ പറ്റി എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെയും ദുര്യോധനന്റെയും 16 ഒരു അംശത്തിന് പോലും അവൻ ഒക്കുകയില്ല. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, എടോ കർണ, ഇവൻ പാർത്ഥനാണെങ്കിൽ നമുക്ക് നന്നായില്ലേ? നമ്മുടെ കാര്യം പ്രയാസം കൂടാതെ സാധിച്ചു എന്നും പറയാം. കാരണം അർജുനനാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവർ വീണ്ടും 12 വർഷം വനവാസം ചെയ്യണം. അഥവാ മറ്റൊരാളാണെങ്കിലോ അവനെ കൂർത്തുമൂർത്ത അമ്പുകൾ തൂകി ഞാൻ ഭൂമിയിൽ വീഴ്ത്തുകയും ചെയ്യാം. ഏതായാലും ഉത്തരൻ യുദ്ധത്തിന് സമർത്ഥനല്ലെന്ന് അർജുനൻ മനസ്സിലാക്കി. എങ്കിൽ പിന്നെ ഇവനെ മറ്റു പ്രകാരത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അർജുനൻ വിചാരിച്ചു. എന്നിട്ട് അർജുനൻ പറഞ്ഞു, എടോ ഉത്തര, നീ എന്തു വിചാരിക്കുന്നു? നിന്റെ വില്ലുകളൊന്നും എന്റെ ശക്തി താങ്ങുവാൻ പോരാ. അവ കൊണ്ട് ശത്രുക്കളെ ജയിക്കുവാൻ പറ്റുകയില്ല. നീ ഒരു കാര്യം ചെയ്യൂ, ഈ ശമീ വൃക്ഷത്തിൽ കയറുക. അവിടെ പാണ്ഡവന്മാരുടെ വില്ലുകൾ വെച്ചിട്ടുണ്ട്. ഇത് എനിക്കറിയാം. അപ്പോൾ ഉത്തരൻ പറഞ്ഞു, ബൃഹന്നളെ, ഈ മരത്തിൽ ഒരു ശവം തൂങ്ങിക്കിടന്നിരുന്നതായി കേട്ടിരുന്നു. അങ്ങനെയുള്ള മരത്തെ രാജകുമാരനായ ഞാൻ തൊടുന്നത് ശരിയല്ല. ഇത്തരം അശുദ്ധ വസ്തുക്കളെ തൊടുവാൻ പാടില്ല. അപ്പോൾ ബൃഹന്നള പറഞ്ഞു, ഹേ രാജപുത്ര, ഭവാൻ ഭയപ്പെടേണ്ട, ഈ മരത്തിൽ ശവം കാണുന്നില്ല. എന്നാൽ അതിൽ വില്ലുകൾ ഇരിപ്പുണ്ട് താനും. അതുകൊണ്ട് ഭവാന്റെ പരിശുദ്ധിക്ക് ഒരു കോട്ടവും തട്ടുകയില്ല. എന്തായാലും അങ്ങയെ കൊണ്ട് ഞാനൊരു നിന്ദ്യകർമ്മം ചെയ്യിക്കുമെന്ന് വിചാരിക്കാമോ? അങ്ങനെ പാർത്ഥൻ പറഞ്ഞ ഉടനെ അവൻ തേരിൽ നിന്ന് ചാടി അവശനായ ഉത്തരൻ ശമീവൃക്ഷത്തിൽ പൊത്തിപ്പിടിച്ച് കയറി. തേരിൽ നിന്നുകൊണ്ട് ശത്രുജിത്തായ അർജുനൻ ആജ്ഞാപിച്ചു, വൃക്ഷാഗ്രത്തിൽ നിന്ന് വേഗം വില്ലുകൾ ഇറക്കുക. അവ ചുറ്റിക്കെട്ടിയ പാശം ഉടനെ മാറ്റുക. അങ്ങനെ ഉത്തരൻ വില്ലുകൾ ഇലകൾ കൊണ്ട് മൂടിപ്പൊതിഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്നതായി കണ്ടു. ആ കെട്ടുകളെല്ലാം അവൻ അഴിച്ചു നീക്കി. ഇലകളും കെട്ടുകളും നീക്കിയപ്പോൾ ഗാണ്ഡീവത്തോടൊപ്പം വേറെ 4 വില്ലുകളും കണ്ടു. അഴിക്കുന്ന സമയത്ത് തന്നെ വില്ലിൽ നിന്ന് സൂര്യകാന്തി പുറപ്പെട്ടു. തിളങ്ങുന്നതായ മഹാത്മ്യമുള്ള വില്ലുകൾ സ്പർശിച്ച ശേഷം ആ ഉത്തരൻ പാർത്ഥനോട് ഇപ്രകാരം പറഞ്ഞു, ഇത്രയും ശോഭിക്കുന്നതായ ഈ മുഖ്യമായ വില്ലുകൾ ആരുടെയൊക്കെയാണ്? ഈ സമയത്ത് ആ ആയുധ വർണ്ണനയാണ് ഇവിടെ. ആരുടെയൊക്കെ എന്തൊക്കെ ആയുധങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത്, അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവസാനം പറയുന്നത് ഗാണ്ഡീവത്തെ കുറിച്ചാണ്. അവിടെ ഗാണ്ഡീവത്തെ കുറിച്ച് പറയുന്നത്, ഈ ഒരു വില്ല് 1000 വർഷം ബ്രഹ്മദേവൻ ധരിച്ചു, പിന്നെ പ്രജാപതി ധരിച്ചു, പിന്നെ ശക്രൻ ഇന്ദ്രൻ 3585 സംവത്സരം ധരിച്ചു. അതിനുശേഷം സോമനാഥനായ മഹാദേവൻ 500 വർഷം, പിന്നെ വരുണൻ ഒരു 100 വർഷം. ആ വരുണനാണ് അർജുനന് ഈ വില്ല് കൊടുത്തത്. അർജുനൻ 65 വർഷം ഇത് ധരിച്ചു. അപ്പോൾ ഈ ഒരു അജ്ഞാതവാസ കാലത്ത് അർജുനന് ഏകദേശം ഒരു 80 വയസ്സ് പ്രായമായി എന്ന് കണക്കാക്കാം. കാരണം 65 വത്സരമായിട്ട് ഈ ഗാണ്ഡീവം കയ്യിലുണ്ട്. അപ്പോൾ ഗാണ്ഡീവം കയ്യിൽ കിട്ടുന്ന പ്രായം ഏകദേശം ഊഹിക്കുന്നതാണ്. ഒരു പക്ഷേ 20-25 പ്രായമായിരിക്കാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു 80-85 വയസ്സ്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ കാലം പോലെയല്ല. അന്ന് 85 വയസ്സൊന്നും ഒരു വയസ്സേ അല്ല. ഓരോരുത്തരുടെയും വില്ലുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയതിനു ശേഷം ഉത്തരൻ ചോദിക്കുകയാണ്, എവിടെയാണ് പാർത്ഥനായ അർജുനൻ? ധർമ്മപുത്രർ എവിടെയാണ്? ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ചോദിക്കുന്നു. അപ്പോൾ അർജുനൻ ആദ്യമായി ഉത്തരനോട് വെളിപ്പെടുത്തുകയാണ്, ഞാനാണ് അർജുനൻ. നിങ്ങളുടെ സഭയിലിരിക്കുന്ന കങ്കനാണ് യുധിഷ്ഠിരൻ. നിന്റെ അച്ഛന്റെ പാചകനായ വല്ലവനാണ് ഭീമൻ. അശ്വത്തെ പരിപാലിക്കുന്നവനാണ് നകുലൻ. ഗോക്കളെ പാലിക്കുന്നവൻ സഹദേവൻ. സൈരന്ധ്രിയാണ് പാഞ്ചാലി. അവൾ മൂലമാണ് കീചകൻ ചത്തത്. ഉത്തരൻ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, അങ്ങ് പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ വിശ്വസിക്കണമെങ്കിൽ അങ്ങ് ഇത് പറയണം. പാർത്ഥന് 10 പേരുകൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവ ഏതൊക്കെയെന്നും എങ്ങനെയാണ് ഈ പേരുകൾ വന്നതെന്നും അങ്ങ് പറയണം. അപ്പോൾ പറഞ്ഞു, അർജുനൻ, വിജയൻ, ജിഷ്ണു, കിരീടി, ശ്വേതവാഹനൻ, ബീഭത്സു, ഫൽഗുനൻ, കൃഷ്ണൻ, സവ്യസാചി, ധനഞ്ജയൻ.
അപ്പോൾ ഉത്തരൻ ചോദിക്കുകയാണ്, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പേരൊക്കെ കിട്ടിയത്? അപ്പോൾ അർജുനൻ പറഞ്ഞു, നാടൊക്കെ ജയിച്ച് ധാരാളം ധനം നേടി ധനമധ്യത്തിൽ ഞാൻ നിൽക്കുകയാൽ ധനഞ്ജയനായി. പോരിൽ ഗർവിഷ്ഠന്മാരോട് ഏറ്റു പൊരുതുന്ന സമരത്തിൽ ഞാൻ ജയിക്കാതെ പിന്മടങ്ങുകയില്ല എന്നതിനാൽ ഞാൻ വിജയൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. തേരിൽ പൊന്നണിക്കോപ്പുകൾ അണിയുന്ന വെളുത്ത അശ്വങ്ങളെ പൂട്ടിയാണ്, ശ്വേത അശ്വങ്ങളെ പൂട്ടിയാണ് പോരിനിറങ്ങുക. അതുകൊണ്ട് ഞാൻ ശ്വേതവാഹനനായി. ഹേ ഉത്തര, ഞാൻ ഫൽഗുനി നക്ഷത്രത്തിൽ പകൽ ഹിമവൽ ഗിരിപൃഷ്ഠത്തിലാണ് പിറന്നത്. ഫൽഗുനി നക്ഷത്രം എന്നാൽ പൂരം നക്ഷത്രമാണെന്നാണ് കാണുന്നത്. പൂരം പിറന്ന പുരുഷൻ. അപ്പോൾ പൂരം നക്ഷത്രത്തിൽ പിറന്നു, അതുകൊണ്ട് ഫൽഗുനൻ. പണ്ട് ഞാൻ അസുരന്മാരുമായി പൊരുതുമ്പോൾ ഇന്ദ്രൻ എന്റെ ശിരസിൽ സൂര്യാഭമായിട്ടുള്ള അത്രയും തേജസ്സുറ്റ ഒരു കിരീടം അലങ്കരിച്ചു. അന്ന് മുതൽ ഞാൻ കിരീടിയായി. ഞാൻ യുദ്ധത്തിൽ ഒരിക്കലും ബീഭത്സമായ കാര്യം ചെയ്യുന്നതല്ല. അതുകൊണ്ട് എല്ലാവരും എന്നെ ബീഭത്സു എന്ന് പറയുന്നു. ഗാണ്ഡീവം എന്ന് പറയുന്ന എന്റെ വില്ല് വലിക്കുവാൻ എനിക്ക് ഇടത്ത് കൈയും വലത്ത് കൈയും ഒരുപോലെ സ്വാധീനമാണ്. അതിനാൽ എന്നെ ദേവന്മാരും മർത്യന്മാരും സവ്യസാചി എന്ന് വിളിക്കുന്നു. നാലതിർത്തിയുള്ള ഊഴിയിൽ എന്നെ പോലെ നിറമുള്ളവരില്ല. ശുഭ്രമായ കർമ്മമേ ഞാൻ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അർജുനൻ എന്ന് അറിയപ്പെടുന്നു. ഞാൻ ദുർവാരനാണ്, ആർക്കും നശിപ്പിക്കാൻ പറ്റാത്തവനാണ്, തോൽപ്പിക്കാൻ പറ്റാത്തവനാണ്. ശക്രന്റെ, ഇന്ദ്രന്റെ പുത്രനാണ്. അതുകൊണ്ട് ദേവന്മാരും മർത്യന്മാരും എന്നെ ജിഷ്ണു എന്ന് വിളിക്കുന്നു. കൃഷ്ണൻ എന്ന 10ാമത്തെ നാമം എനിക്ക് അച്ഛനിട്ട പേരാണ്. കൃഷ്ണനെപ്പോലെ മനോഹരനായവൻ എന്ന അർത്ഥത്തിലാണ്. ബാലനായ എന്നിൽ വാത്സല്യത്തോടെ ഇട്ടതാണ് ആ നാമം. ഉടനെ ഉത്തരൻ പാർത്ഥനെ അഭിവാദ്യം ചെയ്തു. ഹേ ധനഞ്ജയ, ഞാൻ ഭൂമിഞ്ജയനാണ്. നാമം കൊണ്ട് പിന്നീട് ഉത്തരനായതാണ്. ഭാഗ്യം പാർത്ഥ, ഭവാനെ കണ്ടതെന്റെ ഭാഗ്യമാണ്. ധനഞ്ജയ, ഭവാന് സ്വാഗതം. അറിയാതെ ഞാൻ പറഞ്ഞ വാക്കുകൾ ഭവാൻ ക്ഷമിക്കണം. ഭവാൻ പണ്ടേ വളരെ വിചിത്രമായ ദുഷ്കരമായ ക്രിയകൾ ചെയ്യുകയാൽ എന്റെ ഭയം തീർന്നുപോയി. ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയവനായിരിക്കുന്നു. ഉത്തരൻ തുടർന്നു പറഞ്ഞു, ഹേ വീര, നല്ല തേരിൽ കയറി സൂതനായ എന്നോടുകൂടി നീ ഏത് സൈന്യത്തിലേക്കാണ് പോകുന്നതെന്ന് പറയുക, ഞാൻ അവിടെ കൊണ്ടെത്തിക്കുന്നതാണ്. അർജുനൻ പറഞ്ഞു, സന്തോഷം, നീ ഭയപ്പെടേണ്ട. പോരിൽ നിന്റെ വൈരി സമൂഹത്തെ ഞാൻ ജയിക്കാം. നീ സ്വാസ്ഥ്യത്തോടെ ഇരിക്കുക. ഞാൻ യുദ്ധം ചെയ്യുന്നത് നീ നോക്കിയിരുന്നാൽ മതി. ഈ ആയുധങ്ങളൊക്കെ എന്റെ തേരിൽ ഉടനെ കയറ്റുക. പൊന്നണിഞ്ഞ് ഭംഗിയുള്ള ഈ വാളും എടുത്തുകൊള്ളുക. ഗാണ്ഡീവം എടുത്ത് ഞാൻ പോരിൽ കയറുന്നതായ രഥം ശത്രുക്കൾക്ക് ജയിക്കുവാൻ സാധ്യമല്ലാത്തതാണ്. അതുകൊണ്ട് വിരാടപുത്ര, നീ ഭയം ഉപേക്ഷിക്കുക. അപ്പോൾ ഉത്തരൻ പറഞ്ഞു, ഞാൻ ഇവരെ ഭയപ്പെടുന്നില്ല. നീ രണത്തിൽ സ്ഥിതനാണല്ലോ. പോരിൽ കേശവനോടും സാക്ഷാൽ ഇന്ദ്രനോടും ഭവാൻ തുല്യനാണ്. ഒരു കാര്യം ചിന്തിക്കുമ്പോൾ മാത്രം ഞാൻ ശങ്ക കൊണ്ട് പതറിപ്പോകുന്നു. മന്ദബുദ്ധിയായ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്രകാരം അംഗരൂപത്തോടുകൂടി ലക്ഷണം സൂചിപ്പിക്കുന്ന ഭവാൻ എന്ത് കർമ്മ വിഭാഗത്താലാണ് ഇന്ന് ക്ലീബനായി തീർന്നത്? അപ്പോൾ അർജുനൻ പറഞ്ഞു, എന്റെ ജ്യേഷ്ഠ ഭ്രാതാവ് കൽപ്പിച്ച പ്രകാരം ഒരാണ്ടുകാലം ഞാൻ ഈ വ്രതം അനുഷ്ഠിക്കുകയാണ്. ഞാൻ ക്ലീബനല്ല. മഹാബാഹോ, ധർമ്മവാനായ ഞാൻ പരതന്ത്രനാണ്. എന്റെ ആ വ്രതം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് കയറിപ്പോന്നു. നൃപാത്മജ, ഭവാൻ ഈ പരമാർത്ഥം അറിഞ്ഞാലും. അപ്പോൾ ഉത്തരൻ പറഞ്ഞു, ഞാൻ അനുഗ്രഹീതനായി. എന്റെ ശങ്ക പാഴായില്ല. ഈ മാതിരി രൂപഗുണവും തേജസ്സും തികഞ്ഞവർ ഒരിക്കലും ക്ലീബന്മാരാകാറില്ല. പോരിനെനിക്ക് തുണയുണ്ടായി. ഇനി ദേവന്മാരോട് പോലും എതിർക്കാൻ എനിക്കൊരു ധൈര്യം തോന്നുന്നു. എന്റെ ഭയമൊക്കെ തീർന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആജ്ഞാപിച്ചാലും. വൈരികളുടെ തേര് തകർക്കുവാൻ ഞാൻ കുതിരകളെ നടത്താം. കാരണം ഞാൻ സാരഥ്യം എന്റെ ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ തേര് വില്ലാളിയായ ഭവാനെ തന്നെ എടുക്കണം. കാരണം ഈ തേരിൽ തന്നെ കയറി പോരാടാൻ തക്കതായ ഒരാളാണ് ഭവാൻ.
ഉടനെ തന്നെ തന്റെ കൈകളിൽ നിന്ന് വളയെല്ലാം അർജുനൻ മാറ്റിക്കളഞ്ഞു. ചിത്രസമ്പൂർണവുമായ കോപ്പുകൾ അണിഞ്ഞു, പടക്കോപ്പുകൾ അണിഞ്ഞു. കറുത്തു ചുരുണ്ട കേശം വെള്ള വസ്ത്രം കൊണ്ടു ചുറ്റി. പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് ശുചിയും ശുദ്ധ മനസ്സുമായ അവൻ തേരിലിരുന്ന് എല്ലാ അസ്ത്രങ്ങളെയും ധ്യാനിച്ചു. അങ്ങനെ എല്ലാ അസ്ത്രങ്ങളും അവിടെ സന്നിഹിതരായി എന്നാണ്. അവരുടെ ഒരു ദേവതാരൂപത്തിൽ, ഒരു ഊർജരൂപത്തിൽ അർജുനന്റെ മുന്നിൽ സന്നിഹിതരായി. അർജുനൻ ആ ഗാണ്ഡീവം ഒന്ന് ഉലച്ചപ്പോൾ തന്നെ കഠിനമായ ഒരു ധ്വനി ഉണ്ടായി. അങ്ങനെ വിരാടപുത്രനായ ഉത്തരനെ സൂതനാക്കി ശമീവൃക്ഷത്തെ വലം വെച്ച് ആയുധങ്ങളൊക്കെ എടുത്ത് അർജുനൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. മഹാഭാരതം മഹാഭാരതം